തുടർച്ചയായി സമൻസ് അവഗണിച്ചെന്ന കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ കോടതിയിൽ ഇഡി 10 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ഫയൽ ചെയ്തു. നേരത്തെ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ അനീഷ് ബാബു കൈക്കൂലി ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിശദാംശങ്ങൾ അതൊക്കെയാണ്. ഉമേഷ്, കള്ളപ്പണ ഇടപാട് നിയമപ്രകാരമാണ് അനീഷിനും മാതാവിനുമെതിരെ 10 സമൻസ് ഇഡി അയച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ 10 സമൻസും കൈപ്പറ്റാൻ അനീഷ് തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇത് ചൂണ്ടിക്കാണിച്ച് ഇഡി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇയാൾ അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇഡിയുടെ ഹർജി പരിഗണിച്ച കോടതി അനീഷിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അനീഷിന്റെ ജാമ്യ അപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനുശേഷം ഇയാൾ എന്തുകൊണ്ട് സമൻസ് കൈപ്പറ്റുന്നില്ല എന്ന കാര്യത്തിൽ വിശദീകരണം നൽകാൻ തയ്യാറായില്ല എന്നും ഇഡി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അനീഷിനെതിരെ അടിയന്തര നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു ഹർജി സെഷൻസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.